അർജുൻ ആയങ്കിക്ക് കൊച്ചിയിൽ സഹായം നൽകിയത് ഗുണ്ടാ സംഘങ്ങളാണ്. അവർ നിരീക്ഷണത്തിലുമാണ്. പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെടാൻ കൊച്ചിയിലെ ഗുണ്ടാ സംഘങ്ങൾ അർജുനെ സഹായിച്ചുവെന്നാണ് വിലയിരുത്തൽ. കൊച്ചിയിലെ കുപ്രസിദ്ധ ഗുണ്ടാ സംഘങ്ങളെയും കോതമംഗലത്തെ റിസോർട്ടിൽ നിന്ന് അർജുനൊപ്പം നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ഒപ്പം ചേരുന്നുണ്ട്. മിഥുൻ, അപ്പോൾ കൊച്ചി കണക്ഷൻ പരിശോധിക്കുന്നുണ്ട് പോലീസ്. ഏതായാലും അർജുൻ ആയങ്കിക്ക് തൃശ്ശൂർ എന്നല്ല, എവിടെ പോയാലും ഒളിക്കാൻ ഇടമൊരുക്കുന്നവരുണ്ട്. അത് ആരെന്ന് കണ്ടുപിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണോ ഇപ്പോൾ പോലീസ്? തീർച്ചയായിട്ടും നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചില്ലേ, അർജുൻ ആയങ്കിയുടെ പോസ്റ്റിൽ പറയുന്ന 6 പേർ, ആ 6 പേരെ പിടികൂടുന്നത് മെയ് 3-നാണ്. അതായത് തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിവസം. ആ ദിവസമാണ് ഇത്തരത്തിൽ വോട്ടെണ്ണലിൻ്റെ ദിവസമാണെന്ന് ആണ് കരുതുന്നത്. വോട്ടെണ്ണലിൻ്റെ ദിവസമാണ് ഇത്തരത്തിലുള്ളൊരു ഈ 6 പേരെ കോതമംഗലത്തെ റിസോർട്ടിൽ നിന്ന് പിടികൂടുന്നത്. കോതമംഗലം SHO ആണ് പിടികൂടിയത്. അതിനെതിരെയാണ് ഇപ്പോൾ ഈ പോസ്റ്റുകളെല്ലാം ഇടുന്നത്. അത് തനിക്കെതിരെ നടത്തിയ ഒരു ഗൂഢനീക്കമാണെന്നും താൻ നിരപരാധിയാണെന്നും ഇല്ലാത്ത കേസിനാണ് പിടികൂടിയത് എന്നൊക്കെ പറയുന്ന ആ ഇൻസിഡന്റ് നടക്കുന്നത് കോതമംഗലത്ത് വെച്ചാണ്. അവർ പറയുന്ന 6 പേരെന്ന് പറയുന്നത്, അർജുൻ ആയങ്കി പറയുന്ന 6 പേര്, ഒന്ന് ആദർശ്, പ്രണവ്, ധനീഷ്, അരുൺ, ടാൻസൻ. ഇവരാണ് ഈ 6 പേര്. ഈ 6 പേരുടെ ഒരു പശ്ചാത്തലം പരിശോധിച്ച് കഴിഞ്ഞാൽ അർജുൻ ആയങ്കിക്കെതിരെ 8 കേസുണ്ട്, ആദർശിന് 10 കേസുകൾ, പ്രണവിന് 6 കേസുകൾ, ധനീഷിന് 2 കേസുകൾ, അരുണിന് 13 കേസുകൾ, ടാൻസണിന് 5 കേസുകളാണ് നിലവിലുണ്ടായിരുന്നത്. ഇവരെ മെയ് 3-ന് പിടികൂടുന്ന സമയത്ത് ഇവരാണ് നിരപരാധികൾ. ഇവർ ഈ കോതമംഗലത്തെ റിസോർട്ടിൽ ഒത്തുകൂടിയത് മറ്റൊരു കുറ്റകൃത്യം പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു. ഒപ്പം തന്നെ ഒരു സുഹൃത്തിൻ്റെ വിവാഹത്തിന് വേണ്ടി എത്തിയതായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ എടുത്തു പറയേണ്ടത്, ഈ അർജുൻ ആയങ്കിക്കൊപ്പം അന്ന് അർജുൻ ആയങ്കിയുടെ സംഘത്തിലുണ്ടായിരുന്നവർ മാത്രമല്ല, കൊച്ചിയിലെ കുപ്രസിദ്ധമായിട്ടുള്ള 2 ഗുണ്ടാ സംഘങ്ങളിലുള്ള 2 പേർ കൂടി അർജുൻ ആയങ്കിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ കൊച്ചി കേന്ദ്രീകരിച്ച പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നത്. കാരണം ഇവർക്ക് ഈ അർജുൻ ആയങ്കിക്ക് ഒളിവിൽ കഴിയാൻ എറണാകുളത്ത് അവസരമൊരുക്കിയതും സംരക്ഷണം ഒരുക്കിയതും ഒപ്പം തന്നെ ഈ ജില്ല വിടാൻ വേണ്ടി ഒരു കവചം തീർത്തതും ഈ ഗുണ്ടാ സംഘങ്ങളാണ്, കൊച്ചി കേന്ദ്രീകരിച്ചിട്ടുള്ള ഗുണ്ടാ സംഘങ്ങളാണ് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വിലയിരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുകയാണ്. ഈ കൊച്ചിയിലെ പ്രമുഖരായിട്ടുള്ള അതുപോലെ തന്നെ കുപ്രസിദ്ധമായിട്ടുള്ള ഗുണ്ടാ സംഘങ്ങളുമായി അർജുൻ ആയങ്കിക്ക് വലിയ അടുപ്പമുണ്ട്, അവരുമായിട്ട് സൗഹൃദമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ സംഘങ്ങളുടെ കഴിഞ്ഞ 2 ദിവസത്തെ നീക്കങ്ങളാണ് ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരുന്നത്. ഇവരിൽ ചിലരെ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന സ്ഥലം സംബന്ധിച്ചുള്ള ഒരു ഏകദേശ സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ഈ കേന്ദ്രങ്ങളെ സംബന്ധിച്ച്, അതായത് ഈ ഗുണ്ടാ സംഘങ്ങളെ സംബന്ധിച്ചുള്ള അന്വേഷണം ഇപ്പോൾ കൊച്ചിയിൽ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ നാണക്കേടാണ് കേരള പോലീസിനുണ്ടായിരുന്നത്. കാരണം നിരന്തരമായി ആദ്യം കോതമംഗലം SHO ആണ് ഭീഷണിപ്പെടുത്തിയത്. മര്യാദയ്ക്ക് പെൻഷൻ വാങ്ങി വീട്ടിലിരുത്തില്ല എന്നുള്ള സാമൂഹ്യ മാധ്യമ പോസ്റ്റാണ് വന്നത്. പിന്നീട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ള ഊന്നുകൽ SHOയെ ഭീഷണിപ്പെടുത്തുന്നതാണ് കണ്ടത്. ഇങ്ങനെ 2 ഭീഷണിപ്പെടുത്തലുകൾക്ക് പുറമെ ഇപ്പോൾ തനിക്ക് പിന്നാലെ ഓടുന്ന പോലീസിനെ എല്ലാം പരിഹസിച്ചുകൊണ്ടും പുച്ഛിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളും തുറന്നു വന്നുകൊണ്ടിരിക്കെ ഇയാളെ പിടികൂടാൻ മാത്രം കഴിയുന്നില്ല എന്നുള്ള അർജുൻ ആയങ്കി എവിടെയാണ്? തൃശ്ശൂരിലെന്ന് പോലീസ് പറയുമ്പോഴും എന്തുകൊണ്ട് നിങ്ങൾക്ക് ആയങ്കിയുടെ അടുത്തേക്ക് എത്താൻ കഴിയുന്നില്ല? ഇപ്പോൾ പോലീസ് കരുതുന്നത് എങ്ങനെയെങ്കിലും ആയങ്കിയുടെ അടുത്തെത്താൻ ആയെങ്കിൽ എന്നാണ്, അല്ലേ? ശരി, അപ്പോൾ വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ അയ്യപ്പൻ.